ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാടമുട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് കോഴിമുട്ട. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കും അത് ഏത് ടൈമിലാണ് കൊടുക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നും ദോഷങ്ങളെന്നും എങ്ങനെയൊക്കെ കൊടുക്കേണ്ടതെന്നെല്ലാം നമുക്കറിയാം. അതുപോലെ ഞാൻ ഇന്നിവിടെ പറയുന്നത് കാടമുട്ടയെ പറ്റിയാണ്. കാടമുട്ട എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ഗുണങ്ങൾ എന്താ, ദോഷങ്ങൾ എന്താ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ. വീഡിയോ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ കാടമുട്ട എന്ന് പറയുമ്പോൾ മിറാക്കിൾ ഫുഡ് എന്നാണ് കാടമുട്ടയെ നമ്മൾ അറിയപ്പെടുന്നത്. ഈ കാടമുട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 9 മന്ത്സ് നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാടമുട്ട കൊടുക്കാം. കാടമുട്ട ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞിന് മുട്ടയുടെ മഞ്ഞ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. വെള്ള തീർത്തും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം 1 വയസ്സിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ദഹനത്തിൻ്റെ ഇതെല്ലാം നല്ലതായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ വെള്ള തീർത്തും ഒഴിവാക്കുക, മഞ്ഞ കൊടുക്കുക. 1 വയസ്സിന് ശേഷം നമുക്ക് മഞ്ഞയും വെള്ളയും കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 1 കാടമുട്ട ഒരു ദിവസം അങ്ങനെ കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ 2 തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ രണ്ട് കാടമുട്ടയും കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കാടമുട്ടയുടെ ഗുണങ്ങളെ പറ്റിയാണ്. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കാടമുട്ട. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും നിലനിർത്തും. വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് എ, B6, B12 ഇതൊക്കെ കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തം വർദ്ധിക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ തന്നെ വിശപ്പുണ്ടാക്കുന്നതിനും കാടമുട്ട ഉത്തമമാണ്. പിന്നെ തലച്ചോറിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഓർമ്മശക്തി നൽകുകയും ചെയ്യുന്നു. പിന്നെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ തന്നെ അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നത് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ പറയുകയാണെങ്കിൽ കാടമുട്ട കഴിക്കുന്നതിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഛർദി, വയറുവേദന, ഓക്കാനം എന്നിവയൊക്കെ മാറുന്നുണ്ട്. പിന്നീട് കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് കാടമുട്ട. ഇതിനാൽ തന്നെ വളരുന്ന ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഈ കാടമുട്ട ഗുണകരമാണ്. ആളൊരു കുഞ്ഞനാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ചില ദോഷങ്ങളും ഇതിനകത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് അപൂർവമായിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് അലർജി കാടമുട്ടയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. 1 തവണയോ 2 തവണയോ കൊടുത്തു കഴിയുമ്പോൾ അലർജിയുടെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ഈ കാടമുട്ട കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മളതെന്ത് ഓവറായിട്ട് കൊടുത്താലും അത് ദഹനത്തിന് പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ കാടമുട്ടയെ ഓവറായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ദഹനത്തിന് പ്രശ്നമുണ്ടാകും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 വയസ്സുള്ളൊരു കുഞ്ഞാണെങ്കിൽ അതിന് ഒരു ദിവസം 1 എണ്ണം മാത്രം കൊടുക്കുക. 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 2 എണ്ണം കൊടുക്കുക. തീർത്തും നമ്മൾ ഓവറായിട്ട് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് ഈ മുട്ടയാണെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ദോഷവശങ്ങളെന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ കുഞ്ഞുങ്ങൾക്ക് കാടമുട്ട എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.